ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് മഴ പെയ്യാണ് കേട്ടോ, അതാണ് ഞാനിവിടെ ഉള്ളിൽ വന്നിട്ട് നമ്മളെ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ സ്കൂൾ പോകണം കേട്ടോ. എന്നാൽ തന്നെ മിനിമം ട്യൂഷന് പോകാനായിട്ട് വൈകിട്ട് അവിടെ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും നനഞ്ഞതല്ല കേട്ടോ, നമ്മൾ അലക്കി കൊടുന്നത് അവിടെ എടുത്ത് വച്ചാണ് കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂൾ പോകാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അടുക്കളയ്ക്ക് ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിട്ടാണ്. നമ്മൾ അരിയൊക്കെ ആട്ടാണ്ടായിരുന്നു, അതൊക്കെ ആട്ടി കൊടുന്ന് വെച്ചിട്ട് പിന്നെ വീണ്ടും റൂമിൽ പോയി. മിന്നുവിൻ്റെ അടുത്ത് അവിടെ ഇരുന്നതാട്ടോ, ഓൾ എഴുതിയായിരുന്നു. അപ്പോൾ ഓളടുത്ത് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം നമുക്ക് അപ്പം ചുടാം കേട്ടോ. ഇപ്പത്തിനുള്ള അരി നമ്മളിതുമാതിരി വീട്ടിൽ പോയിരുന്നല്ലോ, അല്ല പിന്നെ അന്ന് ആ ബസ് വെള്ളത്തിലേക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിക്ക് കുറച്ച് കൂടുതൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓള് ഓക്കെ എന്തിനോ വേണ്ടിയിട്ടതാണ്, പക്ഷേ അരി കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് കുറച്ച് ഇട്ടിട്ട് ബാക്കി നാളത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ചായക്കാവുമ്പോൾ പറയട്ടോ, അപ്പം ചുറ്റുതരാം, ചായ വെച്ചിട്ടാണ്. അപ്പോൾ ചൂടുള്ള ചായയും നല്ല മുരിഞ്ഞ അപ്പം കേട്ടോ, ചീയപ്പം മുരിഞ്ഞത്, അതാകുമ്പോൾ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പം വേണം അരി എന്ന് നമ്മൾ ഞാൻ കുഴപ്പമിട്ടേന്, അത് പിന്നെ തിന്നാം. 22-ാം തീയതി വരെ എൻ്റെ ഡേറ്റ്. ആയിക്കോട്ടെ, സാറില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ബ്രെഡ് കൊടുന്ന് പോകാം കേട്ടോ. ബ്രെഡിന് 22-ാം തീയതി വരെ കേട്ടോ ഡേറ്റുള്ളത്. ബ്രെഡ് 22-ാം തീയതി വരെ ഒന്നും നിൽക്കൂല, കാരണം ന്യൂട്രലുണ്ടാവുകൊണ്ട് അത് കൂട്ടി അങ്ങനെ തിന്നും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചൂടാനുള്ളത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവിടെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ചുടുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ. അതൊക്കെ പുറത്ത് ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ കേട്ടോ. അപ്പം എന്നാലും മഴ ഉണ്ട്, നനയാൻ മാത്രം ചെറിയ ചാറ്റലുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ കേട്ടോ നമ്മൾ അപ്പം ചൂടലെടുത്തിട്ടോ. അതും ഇതാ കൂടെ തന്നെ മിന്നൂസ് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂടുള്ള അപ്പം ചായയും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചായ കുടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതല്ല, ഞാൻ നേരത്തെ പോയിരുന്നു. സ്കൂളിട്ട് എളുപ്പം പോകുന്നുണ്ട്, സ്കൂളിട്ട് എളുപ്പം പോകുന്നോണ്ട് ജൻ ആ നേരെ അങ്ങോട്ട് ചെല്ലരുതേ, ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ടാവുന്നു. അങ്ങനെ നമ്മളെ പാത്തുതാ പോയിട്ടോ. ഇന്നലെ നേരം വൈകി വണ്ടി കിട്ടാത്തത് കൊണ്ട് ഇത് നേരത്തെ ഇറങ്ങിക്കണ്ടിട്ടോള് 8 മണിയാവുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പോവാനായിട്ട് ഇറങ്ങിട്ടോ. ഓന് വണ്ടി എടുക്കാൻ പോയിക്കാണ്. അവിടെ പോനെ അവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് വെജ് ബിരിയാണി, സലാഡ്, അതുപോലെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ 3:30 ആയപ്പോഴത്തേക്കും ഞാൻ പോകുന്നു കേട്ടോ. ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോ ഉണ്ടായിരുന്നു, ഓട്ടോക്കാണ് പോകുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വരുന്ന സമയത്ത് അങ്ങനെ നമുക്കുള്ളേ വന്നിട്ട് ഇപ്പം ഞാൻ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അതിന് ശേഷം നമുക്കുള്ള ഫുഡിനുള്ളതൊക്കെ ഇതും കൂട്ടാൻ കേട്ടോ. മീൻ ഉണ്ട് കേട്ടോ. ഇപ്പം അയില മീൻ കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അയില മീൻ കറിയാക്കണം ഗൈസ്, ചോറ് വെക്കണം, ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ് ചായ രാവിലെ ഉണ്ടാക്കി വെച്ച ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണോ? അപ്പം മിന്നപ്പാക്ക് വേണ്ട, അപ്പം ഞാൻ കുടിച്ചു. ബിസ്ക്കറ്റ് ഉണ്ട്, വേണോ? അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് ഇത്രയും വൈകാൻ കാരണം എന്താണെന്ന് അറിയാം. ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ സ്കൂൾ വാഹനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, കുട്ടികളെ കൊണ്ടുപോകാനായിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നേരത്തെ പോരേണ്ടി വന്നു കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ മുന്നേ കേട്ടോ. അല്ല, ഉച്ചയ്ക്ക് ശേഷം ഫുള്ളായിട്ട് പോന്നിട്ടൊന്നുമില്ല. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കോ വൈകിട്ട് കുറച്ച് വൈകിയ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, സുഖമല്ല കേട്ടോ കഴിച്ചു, അതുകൊണ്ടാണ്. അതൊക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ്
രാത്രിക്കൊക്കെയുള്ള ഫുഡിനുള്ളതൊക്കെ ഒരുക്കം കൂട്ടുകൾ തുടച്ചിട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മളെ ഫുഡ് കഴിക്കേണ്ട ടൈം തെറ്റും. അപ്പം അത് തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം വന്നപ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മീനും കിട്ടിയിട്ടായില്ല. മീനും കിട്ടി. മീനൊക്കെ കിട്ടിയിട്ട് കുറേ കാലമായില്ലേ, കുറേ ആയിട്ടോ മീനൊക്കെ നമ്മൾ കഴിച്ചിട്ട്. അപ്പം മീനും കിട്ടി. ഇനി ഞാൻ ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യണം, ഫുഡാക്കാനുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.